വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയ വെബ് ടെക്നോളജീസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ വരെയാണ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നോക്കിയത്. അപ്പോൾ നമ്മളതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. എന്താണ് വെബ് സെർവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The term web server is often used for referring to the server computer that hosts websites. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റ നമുക്ക് തരുന്നത് എവിടെയോ ഇരിക്കുന്ന ഒരു സെർവർ കമ്പ്യൂട്ടറിൽ നിന്നാണ് അല്ലേ. ആ സെർവർ കമ്പ്യൂട്ടറിനെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. It is also used to refer to a web server software that is installed in a server computer in order to make it a web server. അപ്പോൾ നമ്മളൊരു സെർവർ കമ്പ്യൂട്ടറിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ട് വെബ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒരു സെർവർ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റോൾ ചെയ്ത് വരുമ്പോഴാണ് അതിനെ വെബ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്ന ടേം കൊണ്ട് ഈ പ്രധാനപ്പെട്ട സെർവർ കമ്പ്യൂട്ടറിനെ റെഫർ ചെയ്യാനും ആ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന ഈ വെബ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ് സെർവർ സോഫ്റ്റ്വെയറിനെ റെഫർ ചെയ്യാനുമാണ് നമ്മൾ വെബ് സെർവർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കമ്പ്യൂട്ടറിനെയും അതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന വെബ് സെർവർ സോഫ്റ്റ്വെയറിനെയും അതിനെ രണ്ടിനെയും റെഫർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വെബ് സെർവർ എന്ന ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു വെബ് സെർവർ ചെയ്യുന്നത്? എ വെബ് സെർവർ enables us to deliver web pages or services like email, blog, etc. to users on the internet. ഇൻ്റർനെറ്റ് വഴി അതിൻ്റെ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള വെബ് പേജുകൾ, ബ്ലോഗുകൾ, ഇമെയിൽ സർവീസുകൾ അങ്ങനെയുള്ളവയൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വെബ് സെർവറിൻ്റെ ഡ്യൂട്ടി. എ വെബ് സെർവർ കൺസിസ്റ്റ് ഓഫ് എ സെർവർ കമ്പ്യൂട്ടർ ദാറ്റ് റൺസ് എ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം and a web server software installed on it for providing services like www, email, etc. over the internet. അപ്പോൾ ഇവിടെ വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സെർവർ കമ്പ്യൂട്ടർ കാണും. സെർവർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എന്നാണ് എൻ്റെ മീൻ. ആ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വിൻഡോസ് XPയോ അല്ലെങ്കിൽ വിൻഡോസ് 7ഓ 10ഓ പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായിരിക്കത്തില്ല ആ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നത്. പിന്നെയോ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ, അതായത് വെബിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെബ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിനകത്ത് ഈ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അതാണ് നമുക്ക് നമ്മുടെ സർവീസുകളായ www എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെബ് പേജ് നമുക്ക് തരിക, വേൾഡ് വൈഡ് വെബ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഇമെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ഈ നെറ്റ് വഴി, ഇൻ്റർനെറ്റ് വഴി ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിൽ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും റൺ ചെയ്യുന്നത്. അതിനകത്ത് വെബ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ് സർവീസ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടാകും. A web server is a powerful computer which is always switched on and connected to a high bandwidth internet connection. അപ്പം നമുക്ക് ഈ സെർവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആയിരിക്കും. അത് എപ്പോഴും സ്വിച്ച് ഓൺ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് 24 മണിക്കൂർ നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ അത് എപ്പോഴും ആ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ
ഈ വെബ് സെർവർ എന്ന് പറയുന്ന മെഷീൻ എന്തായിരിക്കണം? എപ്പോഴും സ്വിച്ച് ഓൺ ആയിരിക്കണം. അതോടൊപ്പം അത് ഹൈ ബാൻഡ് വിഡ്ത്തിലുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുമായി അറ്റാച്ച് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്രയും ആൾക്കാർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷനുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ദിസ് വിൽ ഫെസിലിറ്റേറ്റ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് അറൗണ്ട് ദ വേൾഡ് ടു ആക്സസ് ദ വെബ്സൈറ്റ് ആൻഡ് സർവീസസ് ഹോസ്റ്റഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. അങ്ങനെ സ്വിച്ച് ഓൺ ചെയ്ത് വച്ചിരിക്കുന്നതുകൊണ്ടും ഒരു ഹൈ ബാൻഡ് വിഡ്ത്തിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടും 24 മണിക്കൂറും ലോകത്തിൻ്റെ എവിടെയുള്ള യൂസേഴ്സിനും സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഈ വെബ് സെർവറുകളെ കൊണ്ട് കഴിയും. But depending on the requirements, a web server can have single or multiple processors. അപ്പം നമ്മൾ എന്തൊക്കെ സർവീസുകൾ, എത്രത്തോളം സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചില വെബ് സെർവറുകളിൽ ഒന്നോ അതിലധികമോ പ്രോസസ്സറുകൾ ഉണ്ടാകാം. അതേപോലെ ഫാസ്റ്റ് ആക്സസബിൾ ആയിട്ടുള്ള റാമുകൾ ഉപയോഗിക്കും. ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫാസ്റ്റർ ആയിട്ടുള്ള റാം ഉണ്ടെങ്കിലല്ലേ പെട്ടെന്ന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഹയർ കപ്പാസിറ്റി ഉള്ളതും പെട്ടെന്ന് പെർഫോമൻസ് തരുന്നതുമായ ഹാർഡ് ഡിസ്കുകൾ ഉണ്ടെങ്കിലല്ലേ ഡേറ്റ പെട്ടെന്ന് ആക്സസ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രോസസ്സറുകളും ഫാസ്റ്റ് ആക്സസ് റാമും ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്കുകളുമൊക്കെ ആയിരിക്കും ഈ വെബ് സെർവറുകളിൽ ഉപയോഗിക്കുന്നത്. ടു എൻഷുർ ഫാസ്റ്റർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആൻഡ് റിഡൻഡൻറ്റ് പവർ സപ്ലൈ, എ വെബ് സെർവർ ഈസ് യൂഷ്വലി ഇൻസ്റ്റാൾഡ് ഇൻ എ ഡേറ്റാ സെൻറ്റർ. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, ഒരിക്കലും ഫെയിലുവർ വരാതെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കുവാനും പവർ സപ്ലൈ കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുവാനും വേണ്ടി ഇത്തരത്തിലുള്ള വെബ് സെർവറുകളെ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത് ഡേറ്റാ സെൻറ്ററുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണ്. അത് ഹൈ ബാൻഡ് വിഡ്ത്തിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷനുമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടാകാം, ഫാസ്റ്റ് ആക്സസ് റാം ഉണ്ടാവും, ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാകും. ഡേറ്റാ സെൻറ്ററുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും ഈ വെബ് സെർവറുകൾ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡേറ്റാ സെൻറ്റർ എന്നുള്ളത് നോക്കണം. എ ഡേറ്റാ സെൻറ്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ where organizations house their servers and networking systems. Data centers are used for storing, processing, and serving large amount of mission critical data to their client. A data center requires extensive backup power supply systems, cooling systems, high speed networking connections, and security systems. അപ്പോൾ എന്താണ് ഈ ഡേറ്റാ സെൻറ്റർ എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വെബ് സെർവർ വേണം. അതിൻ്റെ പവർ സപ്ലൈ പോകാൻ പാടില്ല, ഇൻ്റർനെറ്റ് കണക്ഷൻ പോകാൻ പാടില്ല, അതിൻ്റെ പെർഫോമൻസ് വളരെ കൂടുതലായിരിക്കണം. അതുകൊണ്ടാണ് അവ ഡേറ്റാ സെൻറ്ററുകളിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഡേറ്റാ സെൻറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള വെബ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഉള്ള ഒരു ഫിസിക്കൽ ലൊക്കേഷനാണ്. ആ ഫിസിക്കൽ ലൊക്കേഷനിൽ നമുക്കിപ്പോൾ എനിക്കൊരു വെബ് സെർവർ വേണം, എനിക്ക് ഒരു ഡേറ്റാ സെൻറ്ററുമായിട്ട് ചെയ്ത് അവിടെ എനിക്ക് എൻ്റെ വെബ് സർവീസ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരതിനുള്ള സൗകര്യം തരും. അവിടെ പവർഫുള്ളായിട്ടുള്ള സെർവറുകൾ ഉണ്ടാകും, നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് ഉണ്ടാകും, വലിയ പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, കൂളിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്റ്റോറിങ്ങിനും അതിൻ്റെ കൂളിങ്ങും എല്ലാം, അതായത് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് സെർവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്ലയൻറ്റിന് ഒരുക്കി കൊടുത്ത് അവരുടെ വെബ് സെർവറിനെ ഹോസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫിസിക്കൽ ലൊക്കേഷനുകളെ വിളിക്കുന്ന പേരാണ് ഡേറ്റാ സെൻറ്ററുകൾ. അങ്ങനെയുള്ള ഡേറ്റാ സെൻറ്ററുകളിലായിരിക്കും നമ്മുടെ വെബ് സെർവറുകൾ ഉള്ളത്. അപ്പം നമ്മളതിന് ആ വെബ് സർവീസ് നമുക്ക് തരുന്ന ഡേറ്റാ സെൻറ്ററിന് നമ്മൾ പൈസ കൊടുത്ത് അവിടെ ഇത് വാങ്ങും നമ്മൾ. അപ്പം നമ്മുടെ സെർവറും അവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? അവിടെ നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. കാരണം ഈ ഡിവൈസുകളൊക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കോളിംഗ് സിസ്റ്റം, പെർഫെക്റ്റ് ആയിട്ടുള്ള പവർ സപ്ലൈ സിസ്റ്റം, അങ്ങനെ ഹൈ പെർഫോമൻസിലുള്ള എക്യുപ്മെൻറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിസിക്കൽ ലൊക്കേഷനാണ് ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്.
അത്തരത്തിലുള്ള ഒരു ഡേറ്റാ സെൻറ്ററിൻ്റെ ഫിഗറാണ് നിങ്ങൾ ആ കാണുന്നത്. കണ്ടോ, ഹൈ കൂളിംഗ് എഫക്റ്റൊക്കെ ഉള്ള ഇങ്ങനെ റാക്കുകളിലായി ധാരാളം ഡിവൈസുകളും സ്റ്റോറേജ് സ്പേസും ഒക്കെ ധാരാളം സർവീസ് പ്രൊവൈഡ് ചെയ്യണം അവയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ, അതിനെയാണ് നമ്മൾ ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡേറ്റാ സെൻറ്ററിൽ നമ്മളൊരു വെബ് സെർവർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് എ സെർവർ, എ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഹാസ് ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ ഇറ്റ് ആൻഡ് കോൺഫിഗേർഡ് അക്കോർഡിംഗ് ടു ദ ഗിവൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം നമ്മുടെ വെബ് സെർവർ ഒരു ഡേറ്റാ സെൻറ്ററിനകത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റാ സെൻറ്ററിൽ അതിനുള്ള ഫെസിലിറ്റി നമ്മൾ വാങ്ങി. എന്നിട്ട് നമ്മുടെ ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, ആ വെബ് സെർവർ സോഫ്റ്റ്വെയർ അവിടെ ആ സെർവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിനനുസരിച്ച് കോൺഫിഗർ ചെയ്തെടുക്കും. The web server software is a program that uses the client-server model and hypertext transfer protocol to ensure timely distribution of files stored in it to the users. ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു മോഡലാണിത്. ഏതെന്ന് പറയുന്നത് വെബ് സെർവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്നിട്ട് HTTP പ്രോട്ടോക്കോള് വച്ച് എന്ത് എൻഷുർ ചെയ്യും, നമ്മുടെ ഫയലുകൾ, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വെബ് സെർവറിനകത്തുള്ള ഡേറ്റ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് തരുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ HTTP അതിനാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത്. ആ പ്രോട്ടോക്കോൾ എൻഷുർ ചെയ്ത് കറക്റ്റ് ടൈമിലി ആയിട്ടുള്ള ഡേറ്റ ഫയൽസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ വെബ് സെർവർ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് സെർവർ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്ത നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകൾ HTTP വച്ച് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ, വെബ് സെർവർ സോഫ്റ്റ്വെയറിൻ്റെ ജോലി. These files are sent as web pages to the users on request using the web server software and can be accessed using a web browser. അപ്പം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ വെബ് ബ്രൗസറിലിരുന്നു കൊണ്ട്, അതായത് ബ്രൗസിംഗ് സോഫ്റ്റ്വെയറിലിരുന്നു കൊണ്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ പർട്ടിക്കുലറായിട്ടുള്ള ഡേറ്റ വെബ് സെർവറിലുള്ള വെബ് സെർവർ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, വെബ് പേജുകളായി തിരിച്ച് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കും. അപ്പോഴാണ് നമ്മളത് കാണുന്നത്. നമ്മളിപ്പോൾ www.google.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആ സൈറ്റ് പേജ് നമ്മൾ കാണുന്നില്ലേ, ആ സൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്ന വെബ് സെർവർ അത് നമുക്ക് അയച്ചു തരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പേജ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില വെബ് സെർവർ സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പാച്ചെ സെർവർ, മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ IIS എന്ന് പറയും, മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ, ഗൂഗിൾ വെബ് സെർവർ, ഇനി Nginx എന്ന് പറയുന്ന സാധനം. ഇതൊക്കെ ഇത്തരത്തിലുള്ള വെബ് സെർവർ പാക്കേജുകളാണ്. അപ്പോൾ ഇനി എന്താണ് സോഫ്റ്റ്വെയർ പോർട്ടുകൾ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. നമുക്ക് ഹാർഡ്വെയർ പോർട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സ്റ്റേണലി ഡിവൈസസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടുകളെയാണ് ഹാർഡ്വെയർ പോർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ പോർട്ടുകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ടു ഐഡൻറ്റിഫൈ ഡിഫറൻറ്റ് സർവീസസ്. നമ്മുടെ ഇൻ്റർനെറ്റിനകത്ത് പലതരത്തിലുള്ള സർവീസുകളുണ്ട്, ഇമെയിലുണ്ട്, ഫയൽ ട്രാൻസ്ഫർ ഉണ്ട്, അങ്ങനെ ഉണ്ടല്ലേ. അതെല്ലാം ഒരു സെർവർ കമ്പ്യൂട്ടറിനകത്തായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ സർവീസുകളെ ഓരോന്നിനെയും അറിയാൻ വേണ്ടി, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ പോർട്ടുകൾ ഉപയോഗിക്കുന്നത്. ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ ഈച്ച് സർവീസ് അവൈലബിൾ ഓൺ ദ സെർവർ ക്യാൻ ബി സെറ്റ് ആൻഡ് ആക്സസ്ഡ് യൂസിങ് എ ഡിഫറൻറ്റ് പോർട്ട് നമ്പർ. ആ സെർവറിനകത്ത് എന്തെല്ലാം സർവീസുകളുണ്ടോ അതിനെയെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള പോർട്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അതെന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സർവീസുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറുകളെയാണ് സോഫ്റ്റ്വെയർ പോർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പോർട്ടുകൾക്ക് ഒരു പോർട്ട് നമ്പറാണുള്ളത് അല്ലേ. ആ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് നമ്പറാണ്.
അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സിനോടോ, അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ തിരിച്ചറിയുന്നത് IP അഡ്രസ്സ് വെച്ചാണ്, അല്ലെങ്കിൽ URL വെച്ചറിയും അല്ലേ. ആ URLനെ IP ആയിട്ട് കൺവേർട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ IP അഡ്രസ്സിൻ്റെയോ URLൻ്റെയോ കൂടെ ആഡ് ചെയ്യുന്ന ഒരു 16 ബിറ്റ് നമ്പറാണ് ഏതെന്ന് പറയുന്നത്, പോർട്ട് നമ്പർ. എന്തിനാ 16 ബിറ്റ് നമ്പർ ആഡ് ചെയ്യുന്നത്? ഏത് സർവീസാണ് ആ സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയാം. നമുക്ക് ആ സെർവറിൻ്റെ ഏത് സർവീസാണ് വേണ്ടത് എന്നുള്ളത് റെഫർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോർട്ട് നമ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിലുള്ള സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന പോർട്ട് നമ്പറുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 20 അല്ലെങ്കിൽ 21 എന്നൊക്കെ പറയുന്ന പോർട്ട് നമ്പറുകൾ ഉപയോഗിക്കുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിന് വേണ്ടിയിട്ടാണ്, FTP സർവീസിന് വേണ്ടിയിട്ടാണ് ഏതുപയോഗിക്കുന്നത്, 20ഉം 21ഉം. ഇനി SSH സർവീസിന് വേണ്ടിയിട്ട് 22 ഉപയോഗിക്കും. SMTP സർവീസിന് വേണ്ടിയിട്ട് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതാണ് SMTP. ആ SMTPക്ക് വേണ്ടിയിട്ട് 25 ഉപയോഗിക്കും. ഡൊമൈൻ നെയിം സിസ്റ്റം DNS സർവീസിന് വേണ്ടിയിട്ട് 53 ഉപയോഗിക്കും. HTTP സർവീസിന് വേണ്ടിയിട്ട് 80 ഉപയോഗിക്കും. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ POP പ്രോട്ടോക്കോളിന് വേണ്ടിയിട്ട് 110 ഉപയോഗിക്കും. HTTP സെക്യൂർ എന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഒരു സെക്യൂർ ആയിട്ടുള്ള HTTP നമ്മളതിനെക്കുറിച്ച് പഠിച്ചു ഈ ചാപ്റ്ററിൽ തന്നെ. അത് നമ്മൾ 443 എന്ന് പറയുന്ന പോർട്ട് നമ്പർ ഉപയോഗിക്കും. അപ്പോൾ ഓരോ സർവീസിനുമുള്ള പോർട്ട് നമ്പറുകളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഈ പോർട്ട് നമ്പറുകളൊന്ന് പഠിക്കണം. അപ്പോൾ നമുക്കൊരു സർവീസ് ഇൻ എ വെബ്സൈറ്റ് ക്യാൻ ബി ആക്സസ്ഡ്. നമ്മൾ പറഞ്ഞു IP അഡ്രസ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ URLൻ്റെ കൂടെയോ നമ്മൾ ഈ പോർട്ട് നമ്പർ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ നമ്മൾ എന്തുപയോഗിക്കും, എ സർവീസ് ഇൻ എ വെബ്സൈറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻ ദ ഫോർമാറ്റ് ഗിവൺ ബിലോ. കണ്ടോ, നമ്മൾ HTTP google.co.in അതതിൻ്റെ URL ആണ്. എന്നിട്ടൊരു കോളൻ കൊടുത്തിട്ട് 80 എന്ന് പറയുന്ന പോർട്ട് നമ്പറും കൂടെ ഉപയോഗിക്കും. 80 എന്ന് പറയുന്ന പോർട്ട് നമ്പർ എന്തിനു വേണ്ടിയിട്ടുള്ളതാ, HTTP സർവീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ HTTP സർവീസാണ് എന്ത് ചെയ്യുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 80 എന്ന് പറയുന്ന പോർട്ട് നമ്പറും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കും. ഇങ്ങനെയാണ് ഒരു സർവീസ്, ഒരു വെബ്സൈറ്റിൻ്റെ സർവീസ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ HTTP സർവീസാണ് ആക്സസ് ചെയ്തത്. അപ്പോൾ ഇതാണ് വെബ് സെർവറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം.